ആഗ്രഹിക്കുന്നു. പക്ഷെ ഇവിടെ സമാധാനം കെടുത്തിക്കൊണ്ട് ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ വേണ്ടി ഭീകരവാദ സംഘടനകൾ നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. 2010 ഒരു അധ്യാപകന്റെ കൈവെട്ടിയെറിഞ്ഞുകൊണ്ട് ആ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുവാൻ വേണ്ടി ഇവിടെ ഈ ഭീകരവാദ സംഘടനകൾ ശ്രമിച്ചു. അന്നത്തെ മുഖ്യമന്ത്രി അദ്ദേഹം കേരള ഹൗസിന്റെ ഡൽഹിയിൽ നടത്തിയ പത്രസമ്മേളനം, അത് 2010 ജൂലൈ മാസം 24-ാം തീയതി അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് പറയുകയുണ്ടായി, ഇവിടെ ഒരു മതരാഷ്ട്രം സൃഷ്ടിക്കുവാൻ വേണ്ടിയുള്ള ചിലരുടെ ശ്രമമാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. അച്യുതാനന്ദനാണത് പറഞ്ഞത്. അച്യുതാനന്ദൻ പറഞ്ഞത് തെറ്റാണ് എന്ന് അന്നത്തെ പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറഞ്ഞില്ല. അച്യുതാനന്ദൻ പറഞ്ഞത് തെറ്റാണ് എന്ന് അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ഇന്നത്തെ പാർട്ടിയുടെ സെക്രട്ടറി തിരുത്താൻ തയ്യാറായില്ല. അത് ഔദ്യോഗിക പ്രഖ്യാപനമായിരുന്നു. കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു മതരാഷ്ട്രം സൃഷ്ടിക്കുവാൻ വേണ്ടി ഭീകരവാദികൾ ശ്രമിക്കുന്നു എന്ന്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, വിവാദത്തിലൂടെ പണമൊഴുക്കിക്കൊണ്ട് ആയുധമൊഴുക്കിക്കൊണ്ട് ഇവിടെ മതരാഷ്ട്രം നിർമ്മിക്കുവാൻ വേണ്ടി സൃഷ്ടിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് അച്യുതാനന്ദനാണ് പറഞ്ഞത്. അന്ന് നടപടിയെടുക്കുവാൻ കഴിഞ്ഞില്ല. അതിനുശേഷം അന്ന് UDF സാധിച്ചില്ല. ഇന്നത്തെ LDF അവരുടെ സഹായത്തോടു കൂടിയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിജയിക്കുന്നത്. ഭീകരവാദ സംഘടനകളുടെ പിന്തുണയോടുകൂടിയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിജയിക്കുന്നത്. ആലപ്പുഴയില് ആ മുദ്രാവാക്യം വിളിച്ചത് ഒരു കുട്ടിയാണ്. മുദ്രാവാക്യം വിളിച്ചവര് കുട്ടികളാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ കുട്ടിയുടെ പക്വത മാത്രമേ അവർക്കുള്ളൂ. അതുപോലെ തന്നെ അത്രമാത്രമേ അവരുടെ ബുദ്ധിവികാസമുള്ളൂ എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അവര് കുട്ടികളാണ്, നാളെ അവർ കിട്ടും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ഭാരതം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തില് ഇങ്ങനെയുള്ള കലാപരിപാടികൾ നടത്തിയവരുടെയൊക്കെ അവസ്ഥ എന്താണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി പറയുവാൻ ആഗ്രഹിക്കുന്നു, ഇത് ഭാരതത്തിന്റെ മണ്ണാണ്, ഇത് സമാധാനത്തിന്റെ മണ്ണാണ്, എല്ലാ മതങ്ങളെയും ആദരിക്കുന്ന മണ്ണാണ്, എല്ലാവരെയും ബഹുമാനിക്കുന്ന മണ്ണാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും സമാധാനം ആഗ്രഹിക്കുന്ന ജനത ഇതിനെ ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും. സമാധാനം ആഗ്രഹിക്കുന്ന ജനത എന്ന് പറയുന്ന അവസരത്തിൽ ഈ രാജ്യത്തെ സഹപൗരന്മാരെയാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ജാതിയില്ല, മതമില്ല. ജാതിക്കും മതത്തിനും അതീതമായിട്ട് ഈ നാടിനെ സ്നേഹിക്കുന്നവര്, ഈ ഭാരതത്തെ സ്നേഹിക്കുന്നവര്, ഇവിടുത്തെ ജനതയെ സ്നേഹിക്കുന്നവര്, ഈ രാജ്യം പുരോഗതിയിലേക്ക് നീങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവര് അവരെ ചെറുത്ത് തോൽപ്പിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ജാതിയും മതവുമില്ല ഭാരതത്തിലെ ജനങ്ങളുടെ മനസ്സിൽ. അത് കുത്തിവെക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നവര് പരാജയപ്പെടുക തന്നെ ചെയ്യും. ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്ന നരേന്ദ്രമോദിയുടെ സർക്കാരിനെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി ആരുമായിട്ടും കൂടുവാൻ ഇവിടുത്തെ കോൺഗ്രസുകാരും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരും തയ്യാറായി നിൽക്കുകയാണ്. രാജ്യം നശിച്ചാലും വേണ്ടില്ല, അവർ കോട്ട കിട്ടണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ രണ്ട് പാർട്ടികളും അവര് ഭാരതത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാലഘട്ടത്തിൽ അവർ പറയുമായിരുന്നു, ബംഗാൾ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്, ഒരു സംസ്ഥാനമുണ്ട്, അവിടെ പോയി കാണണം, എന്തുമാത്രം വികസനമാണ് എന്നവർ പറയുമായിരുന്നു. ഇന്ന് ബംഗാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ശൂന്യരാകും. നിങ്ങൾ എന്തിനാണ് ബംഗാളിനെ പറ്റി പറയുന്നത്? അവർ 35 വർഷ കാലഘട്ടം ഭരിച്ച ആ ബംഗാളിനെ പറ്റി പറയുവാൻ
അവർ പേടിക്കുന്നു. അതുപോലെ തന്നെ ത്രിപുരയെ പറ്റി പറയുവാൻ അവർ പേടിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ രീതിയിൽ ആ സംസ്ഥാനങ്ങളിലെ ബംഗാളിലും അതുപോലെ തന്നെ ത്രിപുരയിലും അവർ ഭീകരവാദികളെ സഹായിക്കുകയായിരുന്നു, വോട്ടിന് വേണ്ടി അംഗീകരിക്കുന്നു. ആദ്യമൊക്കെ അവർക്ക് ജയിക്കാൻ സാധിച്ചു, പക്ഷേ അധികം മുന്നോട്ട് പോയില്ല. ജനങ്ങൾ തിരിച്ചറിഞ്ഞു, അവരെ വലിച്ചെറിഞ്ഞു. ഇന്ന് അവരെവിടെയാണുള്ളത്? ഒരു ചുവപ്പ് കൊടിയുണ്ടോ ബംഗാളില്? ത്രിപുരയിലുണ്ടോ? ഇനി അവർ തിരിച്ചു വരുമോ? അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളോട് പറയുവാനുള്ളത്, നിങ്ങൾ തീർച്ചയായിട്ടും യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ആശയം പറയുവാൻ നിങ്ങൾക്ക് ആശയമില്ലാതെ എന്ന് ഞങ്ങൾക്കറിയാം. അത് പരാജയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ നിങ്ങൾ സത്യത്തെ കണ്ടില്ല എന്ന് നടിക്കരുത് എന്നാണ് കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളോട് പറയാനുള്ളത്. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ അവസ്ഥയും നമുക്കറിയാം. കോൺഗ്രസ് എവിടെയാണുള്ളത്? കോൺഗ്രസ് ആവിയായി പോകുന്ന ഒരു പാർട്ടിയാണ്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ആ പാർട്ടി തകർന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് കാര്യം? അവരും ഈ ഭീകരവാദികളെ സഹായിക്കുകയാണ്. ഭീകരവാദികളെ സഹായിച്ചുകൊണ്ട് ഭീകരതയ്ക്ക് ഒരു മതവുമില്ല. ഒരു മതവും ഭീകരതയെ പിന്തുണയ്ക്കുന്നില്ല. അതുകൊണ്ട് മതത്തിന്റെ പേര് പറഞ്ഞ് ഭീകരവാദികളെ സഹായിച്ചാൽ അതുകൊണ്ട് കുറച്ചു നാളത്തേക്ക് നിങ്ങൾക്ക് ഗുണം കിട്ടുമായിരിക്കും. അത് നിങ്ങളുടെ ആത്യന്തികമായിട്ടുള്ള പതനത്തിന് അതിന് കാരണമാകുമോ എന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അതാണ് നമുക്ക് ഉദാഹരണമായിട്ട് കാണുവാൻ സാധിച്ചത്. അങ്ങനെ കുന്തിരിക്കത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്, അരിയുടെ പേര് പറഞ്ഞുകൊണ്ട്, മലനിന്റെ പേര് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നു എന്നെങ്കിൽ ആ ഭീകരവാദികളെ സഹായിക്കുന്നവരെയാണ് ജനങ്ങൾ എതിർക്കേണ്ടത്. അവര് വെറുക്കപ്പെട്ടവരാണ്. അവര് സമൂഹത്തിൽ നിന്നും ഏതാണ്ട് ഒളിച്ചോടുന്നവരാണ്, ഭീരുക്കളാണ്. ആ മുദ്രാവാക്യം എന്ന് പറയുന്നത് പരാജിതന്റെ ആർത്തനാദമാണ്. ആ കാര്യത്തിൽ സംശയം വേണ്ട. ഭീരുക്കളാണ് അങ്ങനെ പറയുന്നത്, പരാജയപ്പെട്ടവരാണ് അങ്ങനെ പറയുന്നത്. അവരെ സഹായിക്കുന്നവരെയാണ്, അവരെ വളർത്തുന്നവരെയാണ് ജനങ്ങൾ പരാജയപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്, ഈ കുന്തിരിക്കത്തിന്റെയും അതുപോലെ തന്നെ അരിയുടെയും അതുപോലെ തന്നെ ഈ മലരിന്റെയും ഒക്കെ കാലഘട്ടത്തില് ഈ നടക്കുന്ന തെരഞ്ഞെടുപ്പില് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ശ്രീ എൻ രാധാകൃഷ്ണ നിങ്ങള് താമരയുടെ ചിഹ്നത്തില് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുവാനുള്ളത്. എന്തിനു വേണ്ടിയാണ്? ഈ ഭീകരവാദ പ്രവർത്തനങ്ങളെ തകർക്കുന്നതിന് വേണ്ടി, ഈ രാജ്യത്തെ വിഭജിക്കുവാൻ വേണ്ടി വീണ്ടും ശ്രമിക്കുന്നവർക്കെതിരെ. ആരാണ് വിഭജിച്ചതെന്ന് നമുക്കറിയാം. കോൺഗ്രസുകാര്, അതുപോലെ തന്നെ മുസ്ലിം ലീഗുകാര്, ജിന്നയും അതുപോലെ തന്നെ നെഹ്റുവുമാണ് ഈ രാജ്യത്തെ വിഭജിച്ചത്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനു മുമ്പൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇവിടെ ഒറ്റക്കെട്ടായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതിയ ഒരു അവസരം നമുക്കറിയാം. ഝാൻസി റാണിയും ഗാന്ധിയ തോപ്പിയും ബഹദൂർ ഷാ സഫറും ഒറ്റക്കെട്ടായിട്ട് ഇന്ത്യക്കാരനായിട്ടാണ് അവർ ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതിയത്. ആ കാലഘട്ടം തിരിച്ചു വരേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി നിലകൊള്ളുന്നത്. ഭാരതത്തിന്റെ സംസ്കാരം ഇതാണ്. ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിലല്ല ഈ നാട്ടിലെ ജനങ്ങൾ ചിന്തിക്കുന്നത്, ഈ നാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും പുരോഗതിയിലേക്ക് ഈ ഭാരതത്തെ നയിക്കുവാൻ വേണ്ടി ശക്തമായിട്ടുള്ള കരങ്ങളുള്ള നരേന്ദ്രമോദി തീർച്ചയായിട്ടും ഈ സംഘടനകളെ യാതൊരു സംശയവുമില്ല ചോദിക്കുന്നുണ്ട്. എന്തേ നിരോധിക്കാത്തത്, എന്തേ നിരോധിക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. ആ 370 വകുപ്പ് നിരോധിക്കുമെന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ ആക്ഷേപിച്ചില്ലേ? ഇത് സാധിക്കില്ല എന്ന് പറഞ്ഞില്ലേ? ഇന്ന് നിങ്ങൾ മിണ്ടുന്നുണ്ടോ? രാമജന്മഭൂമിയില് ക്ഷേത്രം പണിയും എന്ന് പറഞ്ഞപ്പോ ആക്ഷേപിച്ചില്ലേ? ഇത് സാധിക്കില്ല എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ഇന്നെന്താ നിങ്ങൾ മിണ്ടാത്തത്? അതുപോലെ തന്നെ മുത്തലാഖിന്റെ കാര്യത്തില് അത് നിരോധിക്കുമെന്ന് പറഞ്ഞില്ലേ? അത് നിങ്ങൾ ആക്ഷേപിച്ചില്ലേ? കളിയാക്കി നിങ്ങൾ ആക്ഷേപിച്ചില്ലേ? ഇന്നേ നിങ്ങൾ മിണ്ടാത്തത്? അതുപോലെ തന്നെ ഈ ഭീകരവാദ സംഘടനകള് എങ്ങനെ കാശ്മീരിൽ അടിച്ചൊതുക്കിയോ ആ രീതിയിൽ അടിച്ചൊതുക്കുക തന്നെ ചെയ്യും. ഈ ഭീകരവാദ സംഘടനകളെ അടിച്ചൊതുക്കുക തന്നെ ചെയ്യും. അതിന് ഈ നാട്ടിലെ ജനങ്ങള്, ഭാരതത്തിലെ ജനങ്ങള് തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ കൂടെ നിൽക്കും.
അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഈ കേരളത്തില് ജനങ്ങള് BJP-യോട് കൂടെ നിൽക്കുന്നു. പല സംസ്ഥാനങ്ങളിൽ ഇങ്ങനെയായിരുന്നു. ഭാരതീയ ജനതാ പാർട്ടി ജയിക്കാതിരിക്കുന്ന അവസരത്തിൽ ചോദിക്കുമായിരുന്നു, ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഗോവയിൽ ജയിക്കുമോ എന്നൊരു ആക്ഷേപമായിരുന്നു. ഗോവയിൽ BJP ജയിക്കുക. ഇന്ന് ഗോവയിൽ BJP അല്ലാതെ വേറെ ആരും ജയിക്കില്ല. ആരും അങ്ങനെ സ്വപ്നം കാണുന്നില്ല. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന അവസരത്തില് ചോദിക്കുമായിരുന്നു, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളില് 7 സംസ്ഥാനങ്ങള് അവിടെ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് അധികാരത്തിൽ വരുവാൻ സാധിക്കുമോ? എന്താ ഈ ചോദ്യങ്ങളുടെ പൊരുളെന്താണ്? ഗോവയില് ക്രിസ്ത്യാനികൾക്ക് സ്വാധീനമുണ്ട്, അവിടെ BJP വരില്ല എന്നാണ് പ്രചരിപ്പിച്ചത്. അവിടെ വന്നു. അതുപോലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളില് അവിടെ മുഴുവൻ ഏതാണ്ട് ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളുള്ളതാണ്. 90%, 98% അവിടെ മുഴുവൻ NDA വന്നു, BJP വന്നു, നരേന്ദ്രമോദിയുടെ സഖ്യം വന്നു, നരേന്ദ്രമോദി അംഗീകരിക്കുന്ന സർക്കാരുകൾ വന്നു. തീർച്ചയായിട്ടും ഈ കാഹളം, ഈ തൃക്കാക്കരയിൽ നിന്ന് ആരംഭിക്കുന്ന ഈ കാഹളം ഈ ഭീകരവാദത്തിന്റെ അന്ത്യം കുറിക്കുക തന്നെ ചെയ്യും. യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്, ഭീകരവാദത്തിനെതിരെ വോട്ട് ചെയ്യണമെന്നാണ്. ഈ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഭീകരവാദത്തെ അംഗീകരിക്കുന്നവരാണ്, അതിനെ പിന്തുണയ്ക്കുന്നവരാണ്. അതുകൊണ്ടാണ് കുന്തിരിക്കമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായത്. അതുകൊണ്ടാണ് അരി എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായത്. മലരെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായത്. ആ കോൺഗ്രസുകാരെയാണ് പരാജയപ്പെടുത്തേണ്ടത്, ആ കമ്മ്യൂണിസ്റ്റുകാരെയാണ് പരാജയപ്പെടുത്തേണ്ടത്. അവര് പരാജയപ്പെട്ടാൽ ഈ ഭാരതത്തില്, ഈ കേരളത്തിലെ ഭീകരവാദം ഇല്ലാതാകും. നരേന്ദ്രമോദിയെ ജയിപ്പിച്ചപ്പോഴ് എങ്ങനെയാണ് UP-യില് ഭീകരവാദം ഇല്ലാതായത്? എങ്ങനെയാണ് കാശ്മീരില് ഭീകരവാദം ഇല്ലാതായത്? എങ്ങനെയാണ് പഞ്ചാബില് ഭീകരവാദം ഇല്ലാതായത്? എങ്ങനെയാണ് ബോംബെയില് ഭീകരവാദം ഇല്ലാതായത്? ആ രീതിയില് ഈ കേരളത്തിലും ഭീകരവാദം ഇല്ലാതാകണമെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരെയും കോൺഗ്രസുകാരെയും പരാജയപ്പെടുത്തണം. ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത, ബുദ്ധിഭ്രമം വന്ന, പരാജയ ഭീതിയുള്ള ചില ആൾക്കാര് മതത്തിന്റെ പേരില് അവർ ആയുധവുമായി തിളങ്ങുകയാണ്. അവരെ നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു. അത് ഭരണകൂടം ചെയ്യണം. കേരളത്തിലെ ഭരണകൂടം ചെയ്യുമോ? ചെയ്യില്ല. നരേന്ദ്രമോദി ചെയ്യും, ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭീകരതയ്ക്കെതിരെ ശബ്ദിക്കുവാൻ തയ്യാറാകണം. ഈ ഭീരുക്കളെ തീർച്ചയായിട്ടും പരാജയപ്പെടുത്തണം. യാതൊരു സംശയവുമില്ല. അവരുടെ പരാജയത്തിന്റെ ആർത്തനാദം അത് നിരന്തരമായിട്ട് മുഴങ്ങിക്കൊണ്ടിരിക്കും. അതിന്റെ ഫുൾ സ്റ്റോപ്പ് നരേന്ദ്രമോദി ഇടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പില് ഈ ഭീകരവാദത്തിനെതിരെ നിങ്ങളുടെ ഈ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ശ്രീ AN രാധാകൃഷ്ണ താമര ചിഹ്നത്തില് നിങ്ങളുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ കുന്തിരിക്ക സമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തത് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ നോബിൾജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ജോസഫിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ അവർ, ന്യൂനപക്ഷ മോർച്ചയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നോബിൾ മാത്യു, സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ജോസഫ് പടമാടൻ, സംസ്ഥാന സെക്രട്ടറി ശ്രീ ഡെന്നി ജോസ്, സംസ്ഥാന ട്രഷറർ ലെൻസൺ തായന്റണി, ദേശീയ സമിതി അംഗം സുമിത് ജോർജ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സാം പുന്നയ്ക്കൽ, ജെയ്സൺ MP,
ജില്ലാ പ്രസിഡന്റ് ശ്രീ വിനോദ് വർഗീസ്, മണ്ഡലം പ്രസിഡന്റ് ജസ്റ്റിസ് സിറിയയിലും യമനിലും ഒക്കെ തീവ്രവാദികൾ ഇതുപോലെ തന്നെയാ, കുട്ടികളെ കൊണ്ടാണ് കല്ലെറിയിപ്പിക്കുന്നത്. കാശ്മീരിലെ കുട്ടികളെയും സ്ത്രീകളെയും കൊണ്ടാണ് കല്ലെറിയിപ്പിക്കുന്നത്. എന്നിട്ട് വിളിച്ചൊരു മുദ്രാവാക്യമുണ്ട്, മര്യാദയ്ക്ക് ജീവിച്ചോണം, മര്യാദയ്ക്ക് ഈ ഞങ്ങളുടെ നാട്ടിൽ ജീവിക്കണമെങ്കിൽ മര്യാദയ്ക്ക് ജീവിക്കണം. ആരാണ് ഈ ഞങ്ങളുടെ നാട്? ഞങ്ങളുടെ നാട് ആരാണ്? അത് തന്നെയാണ് പറയുന്നത്. ലോകത്തെവിടെയൊക്കെ ഞങ്ങളുടെ നാടുകൾ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയൊന്നും റിപ്പബ്ലിക്കിന് വേണ്ടി ഒരു സമരവും നടന്നിട്ടില്ല. ഇവിടെ പറയുന്നത് സേവ് ദ റിപ്പബ്ലിക് എന്ന് പറഞ്ഞ് പോപ്പുലർ ഫ്രണ്ട് സമരം നടത്തുമ്പോൾ ഇവിടുത്തെ ആളുകൾ മനുഷ്യാവകാശത്തിന് വേണ്ടി പറയുന്നു, ഇവിടുത്തെ ആളുകൾ റിപ്പബ്ലിക് സേവ് ചെയ്യണം എന്ന് പറയുന്നു. ഈ തീവ്രവാദികളും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും എല്ലാം ഇതിന്റെ കൂടെ ചേർന്നിട്ട് പറയുന്നത് ഈ റിപ്പബ്ലിക്കിനെ അങ്ങ് സേവ് ചെയ്യണമെന്നാ പറയുന്നത്. എന്നിട്ട് അവർക്ക് എന്ത് തോന്നിവാസവും ചെയ്യാനുള്ള അവകാശം കൊടുക്കണമെന്നാ പറയുന്നത്. എന്നാൽ താലിബാനെ പോലെ ഇവർ ആരാധിക്കുന്ന താലിബാനെ പോലുള്ളവർ അധികാരത്തിലെത്തുമ്പോൾ അവര് ഒരു റിപ്പബ്ലിക്കുമില്ല, ഒരു സ്വാതന്ത്ര്യമില്ല, ഒരു നാട്ടിലുമില്ല. അഭയാർത്ഥികളായി കയറുന്ന തീവ്രവാദികൾ പിന്നീട് ആ നാടിനെ കുട്ടിച്ചോറാക്കുന്നു. ഞങ്ങൾ പറയുന്നത് ഈ തീവ്രവാദികൾക്ക് പിന്തുണ കൊടുത്തതാരാ? ഈ തീവ്രവാദികൾക്ക് പിന്തുണ കൊടുത്തത് ഇവിടുത്തെ കോൺഗ്രസുകാരാ. മാറാട് കലാപമുണ്ടായി. മാറാട് കലാപമുണ്ടായപ്പോൾ അവിടുത്തെ പ്രതികൾക്ക് വേണ്ടി നിലകൊണ്ടതാരാ? അതിലെ പ്രതിസ്ഥാനത്ത് ആരൊക്കെ ചേർത്തിട്ടുണ്ട്? ഈ ഭരണകക്ഷിയായ മുസ്ലിം ലീഗിലെ ആളുകളെ ചേർത്തിട്ടില്ലേ? 5ാം മന്ത്രിക്ക് വേണ്ടി പിടിവലി കൂട്ടിയത് മുസ്ലിം ലീഗല്ലേ? അതുപോലെ തന്നെ കേരളത്തിൽ ഭരണമുണ്ടാകുമ്പോൾ എല്ലാം ഈ മുസ്ലിം ലീഗിന്റെ അകത്ത് കയറിയിട്ടുള്ള തീവ്രവാദികൾ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ എല്ലാ പാർട്ടിയിലേക്ക് കയറിയിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നത് ഈ നാടിനെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് പറയുമ്പോൾ അതിനെ അനുകൂലിക്കുന്ന നിലപാടെടുക്കുന്നത് കോൺഗ്രസുകാരാണ് ഈ കാര്യത്തിൽ ഏറ്റവും വലിയ കള്ളന്മാര്. അവര് പതുങ്ങിയിരുന്ന് രണ്ട് ഭാഗത്തെയും പരിപോഷിപ്പിച്ച് കൃത്യമായി വോട്ട് വാങ്ങിക്കൊണ്ടു പോകുന്നതാണ് കോൺഗ്രസിന്റെ പരിപാടി. കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തെല്ലാം തീവ്രവാദ സംഘടനകൾക്കാണ് ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ പൂന്തുറയിലൊരു കലാപം നടന്നപ്പോൾ മന്ത്രി സ്വന്തം ഗവൺമെന്റ് വയർലെസ്സിലൂടെ പറഞ്ഞു, നമ്മന്റെ ആളെ വിട്ടേക്ക് എന്ന് പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടിയല്ലേ? അങ്ങനെ ആരോപണമൊന്നും ഉണ്ടായിരുന്നല്ലോ. അത് പിന്നീട് അന്വേഷിക്കാതെ പോയി. അങ്ങനെ എന്നെല്ലാം ഭരണത്തിലേറിയിട്ടുണ്ടോ അന്നെല്ലാം തീവ്രവാദികൾക്ക് വേണ്ടി കുടപിടിച്ചിട്ടുള്ള സംഘടനയാണ് കോൺഗ്രസ്. ഇടതുപക്ഷം ഇപ്പൊ കുടപിടിക്കുന്നത് എന്തിനാണെന്നറിയുമോ? നേമം സീറ്റിലും റിയാസിന്റെ സീറ്റിലും ശിവൻകുട്ടി കുമ്മനം രാജശേഖരനെ തോൽപ്പിക്കാൻ വേണ്ടി ശിവൻകുട്ടിക്ക് വോട്ട് ചെയ്ത് കൊടുത്തപ്പോൾ തുടങ്ങിയതാണ് CPM-ന് FDP-യെ കൊണ്ടുള്ള കഷ്ടകാലം. ആ ധാരണയാണ് ഈ കുഴപ്പം. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ CPIM കൊല്ലപ്പെടുന്നത് RSS-കാരനല്ലേ, കൊല്ലപ്പെടുന്നത് BJP-കാരനല്ലേ എന്ന് കരുതി മാറ്റി വെച്ചപ്പോൾ അതിന്റെ പരിണിത ഫലം ഈ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഉണ്ടായത്? അൽത്താരയിൽ നിന്ന് പ്രസംഗിക്കാൻ പാലാ ബിഷപ്പിന് അധികാരമില്ലേ?
മുജാഹിദ് ബാലുശ്ശേരിയെ പോലെ അല്ല പാലാ ബിഷപ്പ്. പാലാ ബിഷപ്പിനെതിരെ കേസെടുത്തില്ലേ? പാലാ ബിഷപ്പിനെതിരെ കേസെടുക്കുന്ന സമയത്ത് പാലാ ബിഷപ്പിനെതിരെ കേസെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊരു ഉശിരായിരുന്നു. ഞാൻ പറയട്ടെ, ഞങ്ങൾക്കൊട്ടും യോജിപ്പില്ലാത്ത സംഘടനയാണ് മാവോയിസ്റ്റുകൾ. മാവോയിസ്റ്റുകൾ ആയുധമെടുക്കാൻ പറയുമ്പോൾ അവരെ വെടിവെച്ച് കൊല്ലുന്ന ഭരണാധികാരികൾ. ഞങ്ങൾ പൗരത്വ നിയമമായുള്ള സമരത്തിന് 2ാം ഭാഗമായി അസ്ത്രവും ശസ്ത്രവും എടുക്കുമെന്ന് പറഞ്ഞ ഫസൽ ഗഫൂറിനെതിരെ നടപടി എടുക്കാത്തത്? ഹിന്ദു ക്ഷേത്രങ്ങൾ മറ്റൊരു സ്ഥലമാണ്, ആ വാക്ക് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ മുജാഹിദ് ബാലുശ്ശേരിക്കെതിരെ എന്താ നടപടി എടുക്കാത്തത്? നിങ്ങൾ എന്താ പാലാ ബിഷപ്പിനെതിരെ നടപടി എടുക്കുന്നത്? നിങ്ങളൊരു കാര്യം ഓർക്കണം, പഴയ കാലമൊക്കെ അങ്ങ് പോയി. ഇവിടുത്തെ കോൺഗ്രസുകാരോടും കമ്മ്യൂണിസ്റ്റുകാരോടും പറയാം, പഴയ കാലമൊക്കെ അങ്ങ് പോയി. 80കളിലാണ് അന്നൊരു സിനിമ ഇറങ്ങിയിരുന്നു. 80കളിൽ അയ്യപ്പനും ബാബനും എന്ന സിനിമ. പക്ഷേ പുതിയ ജനറേഷൻ ഇറങ്ങിയിരിക്കുന്ന സിനിമയുടെ പേരാണ് അയ്യപ്പനും കോശിയും എന്നത്. അയ്യപ്പനും കോശിയും ഒരുമിച്ച് ചേർന്നൊരു ഒരു പുതിയ ചിന്ത പുറത്തേക്ക് വരുമ്പോൾ അതിനെ നിങ്ങൾ കൊഞ്ഞനം കുത്തി കാണിച്ചിട്ട് കാര്യമില്ല. ഇത് ഈ നാടിനെതിരെയുള്ള മുദ്രാവാക്യം വിളി, മറ്റു സമൂഹത്തിനെതിരെയുള്ള മുദ്രാവാക്യം വിളി, ഞങ്ങളുടെ നാടാണ് എന്ന് ചിന്തിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യം വിളി ഉണ്ടല്ലോ. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ പറയുന്നത് കേട്ടോളും, ഇല്ലെങ്കിൽ നിന്നെയൊക്കെ കണ്ടോളാമെന്ന് എഴുതി കൊടുത്ത് പറയിപ്പിച്ച ആ കക്ഷികളോട് ഞങ്ങൾ പറയുന്നു, അത് ഈ കേരളത്തിൽ നടപ്പിലാവില്ല. ഭാരതത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയും RSSും ഒക്കെ ഉള്ളിടത്തോളം കാലം ഇത്തരം കാര്യങ്ങൾക്ക് ഒരു കാരണവശാലും ഞങ്ങൾ വില കൊടുക്കില്ല. ഞങ്ങളതിനെ തച്ചുടയ്ക്കും. രാജ്യസ്നേഹികൾ ഒരുമിച്ച് ചേരുന്ന മുസ്ലിം വിഭാഗങ്ങൾ ഒരുപാട് ഇവിടെയുണ്ട്. ദേശീയ മുസ്ലിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ട്. അവരെല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പുതിയ സമരത്തിലേക്ക് നീങ്ങുവാൻ ഇവിടെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. വന്ദേമാതരം. ദേശീയ ഉപാധ്യക്ഷൻ നോബൽ ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട ജോസഫ് പടമാടൻ, നേതാക്കന്മാരെ, കുറിച്ചുകൊണ്ട് ഭാരതീയ ജനതാ ന്യൂനപക്ഷ മോർച്ചയുടെ പ്രവർത്തകർ ഇവിടെ പ്രതീകാത്മകമായ ഒരു സന്ദേശം നൽകി. അത് നൽകുവാനുണ്ടായ കാരണം നിങ്ങൾക്കറിയാം. 5 ദിവസം മുമ്പ് ആലപ്പുഴയിൽ നടന്ന സമ്മേളനത്തിൽ അരിയും മലരും കരുതിക്കൂ, കുന്തിരിക്കം കരുതിക്കൂ, നിങ്ങളുടെ കാലന്മാർ വരുന്നുണ്ട എന്ന് ഒരു കുട്ടിയെ കൊണ്ട് മുദ്രാവാക്യം മുഴക്കി. ആ കുട്ടിയെ കൊണ്ട് മുഴപ്പിച്ച ആ മുദ്രാവാക്യം അത് കേവലം ആകസ്മികമല്ല. ആ കുട്ടിക്ക് പറഞ്ഞ് കൊടുത്ത് പഠിപ്പിച്ച് ചെയ്ത ആ കുട്ടിക്കെതിരെയോ അത് പഠിപ്പിച്ചവർക്കെതിരെയോ കേസെടുക്കുവാൻ ഇപ്പോഴും കേരള പോലീസ് തയ്യാറായിട്ടില്ല. അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുവാനും തയ്യാറായിട്ടില്ല. പക്ഷേ അങ്ങനെ മുദ്രാവാക്യം വിളിച്ചവർക്ക് ഈ സംസ്ഥാനത്ത് തിരിച്ചടി കുറിക്കുവാൻ കഴിവുള്ള ഒരു പ്രസ്ഥാനമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. സാധാരണ ക്രൈസ്തവരുടെ മൃതസംസ്കാര ചടങ്ങിലാണ് ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ എന്ന് പറയുന്ന സമയത്താണ് കുന്തിരിക്കം ഇടുന്നത്. അപ്പോഴാണ് വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി എന്ന പാട്ട് പാടുന്നത്. അതിനുശേഷം ഈ മൃതദേഹം പള്ളിയിലേക്ക് കൊടുക്കുന്നു. പള്ളിയിൽ നിന്ന് അവസാന ചടങ്ങില്
വൈദികൻ വീണ്ടും കുന്തിരിക്കം മൃതദേഹത്തിൽ ഇടുന്നു. പ്രാർത്ഥനകൾക്ക് ശേഷം മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കുന്തിരിക്കം ഇടുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ കേരളത്തിലെ ക്രൈസ്തവർക്കെതിരെ മുദ്രാവാക്യം വിളിച്ച ഇവിടുത്തെ SDPIക്കാരോട് ഞങ്ങൾ പറയുന്നു, നീയൊക്കെ വിചാരിച്ചു അസ്ഥിരമല്ലോ ഭുവനവും അതിലെ ജടികാശകളും നീർപ്പോളകൾ പോലെല്ലാം മഞ്ഞറിയുന്നു എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യയൊക്കെ സ്വപ്നം ദിവാസ്വപ്നമായിട്ട് മാറുകയാണ്. പ്രിയമുള്ളവരെ, ഇപ്പോൾ ചില ചാനലിലെ ചർച്ചാ വിഷയം എന്താ? അയ്യോ, ആ കുട്ടി ക്രൈസ്തവരെ ആക്ഷേപിച്ചില്ല, അയ്യോ ആ കുട്ടി ഹൈന്ദവരെ ആക്ഷേപിച്ചില്ല, അയ്യോ ആ കുട്ടി ആക്ഷേപിച്ചത് RSSനെ അല്ലേ എന്നാണ് ഇന്നത്തെ ചില ചർച്ചാ വിഷയമല്ലേ. എന്താ RSSനെ ആക്ഷേപിച്ചാൽ കുഴപ്പമില്ലേ? ഞങ്ങൾ ആ ചാനലുകാരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, ഞങ്ങൾ ഈ നാട്ടിൽ ക്രിസ്തുമത വിശ്വാസികളായ ആൾക്കാരുണ്ട്, ക്രിസ്തുമത വിശ്വാസികളായ സേവകരുണ്ട്. ഞങ്ങളെ നിങ്ങൾ ത്രിസംഗികൾ എന്ന് വിളിച്ച് ചിലപ്പോൾ ആക്ഷേപിച്ചേക്കാം. പക്ഷേ ഞങ്ങൾ പറയുന്നു, RSSനെ ആക്ഷേപിച്ചാൽ തിരിച്ചടി കൊടുക്കുവാൻ കഴിവുള്ള പ്രസ്ഥാനമാണ് RSS എന്ന് നിന്റെ ചാനൽ മാധ്യമ പ്രവർത്തകരോട് നേതാക്കളോട് പറഞ്ഞേക്ക് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതെന്താ? ക്രിസ്തുമതത്തെ ആക്ഷേപിച്ചാൽ കുഴപ്പമില്ല, ഹിന്ദുമതത്തെ ആക്ഷേപിച്ചാൽ കുഴപ്പമില്ല, RSSനെ ആക്ഷേപിച്ചാൽ കുഴപ്പം. ഇങ്ങനെ പറയാൻ നാണമില്ല ചില പത്രക്കാർക്ക്. അവരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ രാജ്യത്ത് തീവ്ര മതശക്തികളെ, വിദ്വേഷ ശക്തികളെ പ്രോത്സാഹിപ്പിച്ച പലരുണ്ടല്ലോ. അവിടെ പലരും മദനിപ്പ ജയിലിലാണല്ലോ. ആ മദനിയെ ജയിലിലടയ്ക്കാൻ കഴിവുള്ള ആൾക്കാരെ വളർത്തിക്കൊണ്ടുവരുന്ന പ്രസ്ഥാനമാണ് RSS. അത് ഈ ചാനലുകാര് മനസ്സിലാക്കിയേക്കണം. എന്തിയെ ഞങ്ങൾക്കെതിരെ ഒത്തിരി മുദ്രാവാക്യം മുഴക്കിയ പലരും ഇപ്പോൾ RSSലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുക, BJPയിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുക. ഭാരത് തേരെ ടുക്കടെ ടുക്കടെ ഹോങ്കെ എന്ന് മുദ്രാവാക്യം വിളിച്ചൊരാളുണ്ട്. ഭാരതത്തെ നിന്നെ ഇഞ്ചിഞ്ചായി കൊല്ലും എന്ന് മുദ്രാവാക്യം വിളിച്ച ആൾക്കാരുണ്ട്. ഭാരത് കി ബർബാദി തക് ജംഗ് രഹേംഗെ എന്ന മുദ്രാവാക്യം വിളിച്ചവരുണ്ട്. ഭാരതത്തിന്റെ അവസാനം കാണുന്നത് വരെ ഞങ്ങൾ സമരം ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന് മുദ്രാവാക്യം വിളിച്ചവരുണ്ട്. ആ മുദ്രാവാക്യം വിളിച്ച പലരും ഇന്ന് BJPയിലും RSSലും ചേർന്നിരിക്കുന്നു, ചേരാൻ പുറപ്പെന്നിരിക്കുന്നു. അത് ഇവിടുത്തെ ചില മാധ്യമ മുതലാളിമാരെ മനസ്സിലാക്കിയാൽ നല്ലത് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇവിടെ ഇന്നത്തെ വലിയ ചർച്ചാ വിഷയം, ഇവിടെ AK ആന്റണി വന്നു, വയലാർ രവിയെ കണ്ടു. ചില പത്രങ്ങളിൽ വലിയ വാർത്തയാണ്, ഫ്രണ്ട് പേജിലൊക്കെ വാർത്തയാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ AK ആന്റണി കേരളത്തിന് വേണ്ടി എന്താ ചെയ്തത്? മന്ത്രിയായി സ്വന്തം കാര്യം നോക്കി ഒരു കാര്യം പോലും ചെയ്യാൻ സാധിച്ചില്ല. കരുണാകരൻ വേണം ചെയ്തെന്ന് പറയാം, നമ്മുടെ ഈ എറണാകുളത്തും ചെയ്തു. പക്ഷെ AK ആന്റണി എന്ത് ചെയ്തു? അവരൊക്കെ നേതാവായെന്നാണ്. AK ആന്റണിയും ഉമ്മൻചാണ്ടിയും PP തോമസും ഒക്കെ നേതാവാകുന്ന ഒരു കാലത്തൊരു ഫാഷൻ ഉണ്ടായിരുന്നു. അപ്പനെ തല്ലിയ നേതാവാണ്, വിപ്ലവകാരിയാണ്. അന്ന് സഭയെ ആക്ഷേപിച്ചുകൊണ്ടാണ് ഇവരൊക്കെ നേതാക്കളായത്. അപ്പൊ ഇവരൊക്കെ വിപ്ലവകാരികളാണ്. എന്ത് AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന സമയത്തല്ലേ ഫാദർ മാത്യു വടക്കമുറി, കാഞ്ഞിരപ്പള്ളിയിലെ മലനാട് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ സ്ഥാപക നേതാവ്, നിരവധി കാര്യങ്ങൾ പാർലമെന്റിന് വേണ്ടി ചെയ്ത ആള്, വിശുദ്ധനായ വൈദികൻ. ആ വൈദികനെ ജയിലിലടച്ചു AK ആന്റണി നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള കപടന്മാർ ഈ നാടിനൊന്നും ചെയ്യാത്തവര് ഇവിടെ വന്നിട്ട് ഇപ്പം AK ആന്റണി വയലാർ രവി തമ്മിൽ കൂടിക്കാഴ്ച നടന്നു. അതാണ് പത്രത്തിൽ വാർത്ത. ഇവരൊക്കെ ഈ പത്രങ്ങള് ഊതി വീർപ്പിച്ച വ്യക്തിത്വങ്ങൾ. ആ പത്രങ്ങൾ ഊതി വീർപ്പിച്ച വ്യക്തിത്വങ്ങൾക്ക് അതീതമായിട്ട് ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് വ്യക്തി നിർമ്മാണത്തിലൂടെ രാഷ്ട്ര നിർമ്മാണം നടപ്പിലാക്കുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലൂടെ വളർന്നു വന്ന നേതാവാണ് രാധാകൃഷ്ണൻ. ഈ നാട്ടിലെ ജനങ്ങളുടെ ഹൃദയ തുടിപ്പുകൾ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് നേതാവാണ് രാധാകൃഷ്ണൻ. ആനകളും അമ്പാരികളും ഇല്ലാതെ, താലപ്പൊലികളും താളമേളങ്ങളും ഇല്ലാതെ, വെൺകൊറ്റ കുടകളും വെഞ്ചാമര പൂക്കളും ഇല്ലാതെ, തട്ടഹാസങ്ങൾ വാർപ്പുവിളികളും ഇല്ലാതെ, കൊട്ടും കുരവയും ഇല്ലാതെ ഈ നാട്ടിലെ ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു ചെന്നുകൊണ്ട്
ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ട് ഈ തൃക്കാക്കരയെ സമഗ്ര വികസനത്തിന് വേണ്ടി നയിക്കുവാൻ കഴിവും പ്രാപ്തിയുമുള്ള ആക്കവും തൂക്കവുമുള്ള നേതാവാണ് CA രാധാകൃഷ്ണൻ. അപ്പുറത്ത് മത്സരിക്കുന്നതോ PT തോമസ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ഈ പരമ്പരാഗതമായിട്ടുള്ള ഈ സ്ഥാനാർത്ഥികൾക്കെതിരായിരുന്നു, കുടുംബാധിപത്യത്തിനെതിരായിരുന്നു. 1991 PT തോമസ് ആദ്യമേ തൊടുപുഴയിൽ അന്ന് PC ജോസഫിനെ തോൽപ്പിച്ചുകൊണ്ട് MLA ആയത്. രാജീവ് ഗാന്ധിയുടെ മരണത്തിന്റെ അന്നത്തെ ആ സഹതാപ തരംഗം അത് മുൻകൈ എടുത്തുകൊണ്ട് അത് നേടിക്കൊണ്ട് 1000 വോട്ടിൽ ആദ്യമേ ജയിച്ച ആളാണ് PT തോമസ്. അന്ന് 91 കരുണാകരൻ മുരളിയെ വളർത്തിക്കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം KPCC എക്സിക്യൂട്ടീവിൽ ചോദിച്ചു, അങ്ങയുടെ ബാലഗോപാലനെ മാത്രം എണ്ണവെപ്പിച്ചാൽ മതിയോ, ഞങ്ങളെയും എണ്ണവെപ്പിക്കണ്ടേ എന്ന് ചോദിക്കുകയുണ്ടായി. അങ്ങനെയുള്ള ആ PT തോമസിന്റെ ഭാര്യ ഇവിടെ സ്ഥാനാർത്ഥിയായിരുന്നു. മക്കൾ അതിന് കോൺഗ്രസ് എത്രയോ നേതാക്കന്മാരുണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അവരെ ആരെയും നോക്കിയോ? ഇല്ല. അതുപോലെ CPM-ന്റെ സ്ഥിതി എന്താ? ഈ തീവ്രവാദി പ്രസ്ഥാനത്തെ പ്രോത്സാഹിച്ച CPM അവരിത് അറിയാൻ പോവുകയാണ്. ഇന്ത്യയിൽ എവിടെയൊക്കെ ശിഥിലീകരണ ചിത്രശക്തികളെ പ്രോത്സാഹിപ്പിച്ചിട്ടോ, ആരൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ആ ശിഥിലീകരണ ചിത്രശക്തികൾ തന്നെ അവർക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. പഞ്ചാബ് എന്ന ഉദാഹരണമല്ലേ? പഞ്ചാബ് എന്നാൽ 5 നദികളുടെ സംഗമസ്ഥാനം പഞ്ചാബ്. പാഞ്ചാലി നടന്നു നീങ്ങിയ നാട് പഞ്ചാബ്. പഞ്ചപാണ്ഡവന്മാർ ഐതിഹാസികമായി യുദ്ധം നയിച്ച നാട് പഞ്ചാബ്. ആ പഞ്ചാബിലെ ജനങ്ങൾ ഒരു കാലത്ത് ഇന്ത്യക്കെതിരായിരിക്കുന്നു. ബിദ്രൻവാല എന്ന സർപ്പത്തിന് പാല് കൊടുത്തു വളർത്തിയത് ഇന്ദിരാഗാന്ധി. ആ ബിദ്രൻവാല എന്ന സർപ്പത്തിന്റെ കൈകൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധിക്ക് മരിച്ചു വീഴേണ്ടി വന്നു. ഇതേ സാഹചര്യം കേരളത്തിലെ CPM-നും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഈ മുസ്ലിം തീവ്രവാദ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്ന CPM ഇവരുടെ തന്നെ കടി കൊണ്ട് അവസാനിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ജനങ്ങൾ ചിന്തിക്കണം, ഈ നാട്ടിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പോരാടുന്ന ഭാരതീയ ദേശീയ ജനാധിപത്യ സംഘത്തിന്റെ സ്ഥാനാർത്ഥി, ഇന്ത്യയെ ലോകോത്തര രാജ്യങ്ങളുടെ മുമ്പിലേക്ക് നയിച്ചുന്ന, ഭാരതത്തിന്റെ പരമ വൈഭവത്തിന് വേണ്ടി അഹോരാത്രം പോരാടുന്ന, നരേന്ദ്രമോദിക്കൊപ്പം മുന്നേറുന്ന AN രാധാകൃഷ്ണന് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ താമരയടയാളത്തിൽ എന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ച ഭാരതീയ ജനതാ ന്യൂനപക്ഷ മോർച്ചയുടെ ജില്ലാ കമ്മിറ്റിയെ ദേശീയ സമിതിയുടെ പേരിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. വന്ദേ മാതരം. അടുത്ത് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ദേശീയ സമിതി അംഗം സുനിത് ഗോപിയെ ക്ഷണിച്ചോളൂ. നമ്മുടെ ഇന്നത്തെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാനായ BJP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ജോർജ് കുര്യൻ, പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ജിജി, ദേശീയ വൈസ് പ്രസിഡന്റ് നോബിൾ, ജോസഫ് പടമാടൻ, ഡെന്നി, മറ്റ് മൈനോറിറ്റി മോർച്ചയുടെ സമാരാധ്യായ നേതാക്കൾ, കേരളം മതേതരത്വത്തിന്റെ ഈറ്റില്ലമെന്ന് അഭിമാനിച്ചിരുന്ന കേരളത്തിൽ ഇന്ന് ഇത്തരത്തിൽ ഒരു സമ്മേളനം ഇവിടെ നടത്തേണ്ടി വന്നതിൽ ഞങ്ങൾക്ക് സത്യത്തിൽ ബുദ്ധിമുട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ എല്ലാ സമുദായങ്ങളും എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് ചേർന്ന് നിന്നിരുന്ന ഒരു കാലാവസ്ഥ ഉണ്ടായിരുന്ന ഒരു പ്രദേശം. ഇവിടെ ജാതിയുടെയും വർഗീയതയുടെയും വിത്തുവിതച്ചുകൊണ്ട് കുറെ കാലങ്ങളായി നടത്തുന്ന പ്രവർത്തനത്തിന്റെ ആ ഭീകരതയുടെ ഏറ്റവും പുതിയ രൂപമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. മര്യാദയ്ക്ക് 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 എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പേടിച്ച് വിരണ്ട് ഇവന്റെയൊക്കെ വിരൽത്തുമ്പിൽ പേടിച്ചരണ്ട് ജീവിക്കേണ്ട സിറ്റുവേഷനിലേക്ക് നിങ്ങൾ മാറിയിരിക്കുന്നു. നിങ്ങൾ അങ്ങനെ മാറിയില്ല എങ്കിൽ ഞങ്ങൾ മാറ്റുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് അവർ തന്നിരിക്കുക. ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഈ രാജ്യത്ത്